ഇത് നിങ്ങളുമായി കണക്റ്റ് ആവുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ നിമിഷം യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ സ്നേഹം ഫ്ലിപ്കാർട്ടിലെയും ആമസോണിലെയും ഫെസ്റ്റിവൽ ഓഫർ പോലെ വാരിക്കോരി കൊടുത്താലും ഇവർ അതിന് ഫ്രീ കിട്ടിയ പോലെ സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. നിങ്ങളുടെ വിചാരം അവർ എന്നെ സ്നേഹിക്കുന്നുണ്ട്, അവർ മാറും, അവർ ഡീപ്പാണ്, അവർ സൈലൻ്റ് ലവർ ആണ് എന്നൊക്കെയാണ്. അതുങ്ങൾ ബാറ്ററി സേവർ മോഡിട്ട മനുഷ്യരാണ്. നിങ്ങളിവിടെ ഹൃദയം തുറന്നു വെച്ച് കാത്തിരിക്കുകയാണ്. ക്ഷമയും പഠിച്ചു പാസ്സായിട്ടുണ്ട്. അവർ അവിടെ നാളെയാവട്ടെ പിന്നെയാവട്ടെ മൂടില്ല എന്ന സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യൂണിവേഴ്സിനോട് അവർ തന്നെ ചോദിക്കുന്നു, ഇത്ര ജെനുവിനായ ആളെ എനിക്കെങ്ങനെ കിട്ടി എന്ന്. അവർക്ക് തന്നെ അത്ഭുതമാണ്. യൂണിവേഴ്സ് പറയുന്നു, നിനക്കുള്ള സമ്മാനമാണ്, തിരിച്ചെടുക്കാൻ ഓപ്ഷൻ ഇല്ല എന്ന്. അവർക്ക് യൂണിവേഴ്സ് പറഞ്ഞതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈഗോ അത് സമ്മതിക്കില്ല. യൂണിവേഴ്സിൻ്റെ പ്ലാൻ ആദ്യം നാടകം, പിന്നെ എവിടെ വരെ പോകുന്നു എന്നൊക്കെ നോക്കും. പിന്നെ ട്രയലൊന്നും എടുക്കില്ല, റിയാലിറ്റി മനസ്സിലാക്കി അങ്ങ് കൊടുക്കും. ഇതുപോലെ ഒരു മുതലിനെ ഇനി കിട്ടില്ല എന്ന്. എന്നിട്ടും ഇവർ അനങ്ങിയില്ലേ, നഷ്ടം അവർക്ക് മാത്രം. നിങ്ങളെ യൂണിവേഴ്സ് ഉയർത്തി നന്നാക്കി അങ്ങ് വിടും. ഇതുങ്ങളുടെ സ്വഭാവം മാറാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ചേസ് ചെയ്താലോ കരഞ്ഞാലോ കാല് പിടിച്ചാലോ ഇവരുടെ സ്വഭാവം മാറില്ല. പകരം നിങ്ങൾ നല്ല ഹാപ്പിയായി ശാന്തമായി ഇരുന്ന് നോക്കൂ. നിങ്ങളുടെ കാര്യവും നോക്കിപ്പോയാൽ ഇവർ തന്നെ ഇങ്ങ് തിരിച്ചു വരും. ഡിസ്റ്റൻസ് ആണ് ഏറ്റവും നല്ല ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് കോഴ്സ്. നിങ്ങൾ ഡയമണ്ടാണ്. നിങ്ങളെ ഇപ്പോൾ തന്നെ പോളിഷ് ചെയ്ത് തിളക്കം ഉള്ളതാക്കാൻ യൂണിവേഴ്സ് എടുത്തു വെച്ചിരിക്കുകയാണ്. അവരിപ്പോഴും കല്ലിൻ്റെ പിന്നാലെയാണ്. യൂണിവേഴ്സ് തന്നെ ചോദിക്കുന്നു, നിങ്ങൾ ലവർ തന്നെയാണോ? ഫുൾ ഹേർട്ടും ഫുൾ എഫേർട്ടും ഇട്ട് ഇരുന്ന് നോക്കിയിരിക്കുവാണല്ലോ. എന്നിട്ട് പ്രാർത്ഥനയാ, ദൈവമേ അവരുടെ സ്വഭാവം മാറണേ എന്ന്. അവരിപ്പോഴും ലവ് ആപ്പ് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അതുപോലും ചെയ്തിട്ടില്ല. ഒരുപാട് കൊടുത്തവർ ഒരു നാൾ വില കുറച്ച് കണ്ടവരുടെ ഏറ്റവും വലിയ കുറ്റബോധമായി മാറും. ഡയമണ്ട് ആയോരെയൊക്കെ സ്റ്റോൺ പോലെ ട്രീറ്റ് ചെയ്താൽ യൂണിവേഴ്സ് ആ ജുവല്ലറി ഷോപ്പ് അങ്ങ് മാറ്റും. യൂണിവേഴ്സിൻ്റെ വാണിംഗ് ആണത്. എന്നിട്ടും അവർക്ക് ടൈം വേണമത്രേ. ഫീലിങ്സ് ക്ലിയർ അല്ലെന്ന്. ടൈമിൻ്റെ കാര്യമൊന്നുമല്ല, കമ്മിറ്റ്മെൻറ്റ് ഇവർക്ക് അലർജിയാണ്. അതാണ് കാര്യം. അവർ എപ്പോഴും ബിസിയാണ്. ഇനി നാളെ തിരിച്ചതാ എന്നൊക്കെ പറഞ്ഞ് യൂണിവേഴ്സിൻ്റെ അടുത്തോട്ട് ചെന്നാൽ യൂണിവേഴ്സ് പറയും, വാല്യൂ അറിയാത്തതിനൊക്കെ സമ്മാനം കൊടുത്തിട്ട് എന്തിനാ എന്ന്. ഒരിക്കലും യൂണിവേഴ്സ് ആരെയും ബ്ലോക്ക് ചെയ്യില്ല. പക്ഷേ പാഠം പഠിപ്പിക്കാൻ പുള്ളിക്ക് നന്നായി അറിയാം. പഠിക്കട്ടെ, നന്നാവട്ടെ. യൂണിവേഴ്സ് അല്ലെങ്കിലും നിങ്ങളുടെ സൈഡിൽ തന്നെയാണ്. ടൈമിങ്ങിൽ ഇച്ചിരി ഡിലേ ഉണ്ടെന്നേ ഉള്ളൂ. ഫുൾ വീഡിയോ കാണണേ.